ഫിനിഷിംഗ് പോയിന്റ് തട്ടിയിരിക്കുന്നു. പ്ലീസ് ായിട്ടുണ്ട്. നാലാമത്തെ അത്ലറ്റും അത്ലറ്റുകൾ 21 കിലോമീറ്റർ ഓടിയിട്ടാണ് ഫിനിഷിംഗ്. നമ്മുടെ ഹെറിറ്റേജ് റൺ സീസൺ 4 അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു നമ്മുടെ സംസ്ഥാനക്കാരനല്ല എന്ന് തോന്നുന്നു. മറ്റ് ഇതര സംസ്ഥാന Congratulations. Round of applause for this international runner all the way from We are going to find the winner for it. They have been challenged due to an accident. They have got, and here is the winner of especially abled athlete. We have got the winner who has crossed the finish. തലശ്ശേരിയിലെ പൈതൃക ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് DDPCക്ക് കീഴിലെ തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിൽ സംഘടിപ്പിച്ച ഹെറിറ്റേജ് റൺ സീസൺ 4 പുരുഷ വിഭാഗത്തിൽ എത്യോപ്യയിൽ നിന്നുള്ള ബാഷെ തെബോജെ കിനാറ്റോയും വനിതാ വിഭാഗത്തിൽ കേരളത്തിൽ നിന്നുള്ള റീബ അന്നയും ജേതാക്കളായി. പുരുഷ വിഭാഗത്തിൽ മഹാരാഷ്ട്ര സ്വദേശി രാമേശ്വർ വിജയ് മുഞ്ച, രാജസ്ഥാൻ സ്വദേശി രാകേഷ് എന്നിവർ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും നേടി. വനിതാ വിഭാഗത്തിൽ കേരളത്തിൽ നിന്നുള്ള PT ആശ 2ാം സ്ഥാനവും ഉത്തരാഖണ്ഡിൽ നിന്നുള്ള അങ്കിത ഭട്ട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. തലശ്ശേരി VR കൃഷ്ണയ്യ സ്റ്റേഡിയത്തിൽ നടന്ന സമാപന സമ്മേളനം കായിക വകുപ്പ് മന്ത്രി B. അബ്ദുൾ റഹ്മാൻ ജേതാക്കൾക്കുള്ള മെഡലും കേഷ് അവാർഡും വിതരണം ചെയ്തു. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് കണ്ടതിലുള്ള സന്തോഷം തലശ്ശേരിക്കാരോടൊപ്പം ഞങ്ങളും പങ്കുവെക്കുകയാണ്. കാരണം നമ്മുടെ പ്രഭാതങ്ങളിൽ ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കായിക ശേഷിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ധാരാളം ആളുകൾ ഈ സ്റ്റേഡിയത്തിലെത്തുമ്പോഴാണ് ഗവൺമെൻറ് ഇത്തരത്തിൽ പണം ചെലവഴിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം നമുക്ക് ലഭ്യമാകും. ഇതോടൊപ്പം തന്നെ ധാരാളം പദ്ധതികൾ നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. തലശ്ശേരിയുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ക്രിക്കറ്റായാലും ഹോക്കി ആയാലും കളരി ആയാലും ഒക്കെ തന്നെ ഈ നാടിൻ്റെ പാരമ്പര്യമായിട്ടുള്ള തനത് കായിക പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അതിലുള്ള കൂടുതൽ ഊർജ്ജസ്വലമായി പലരെയും ഈ ഭാഗങ്ങളിൽ തന്നെ കായിക രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു ഹെറിറ്റേജ് റൺ എന്ന് ധാരാളം ആളുകൾക്ക് പ്രചോദനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ സൂചിപ്പിച്ച നമ്മുടെ സുഹൃത്തുക്കൾ 2 ആളുകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ സഹോദരന്മാരുടെ സംഘടനയ്ക്ക് കേരള സ്പോർട്സ് കൗൺസിൽ ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തെ VR കൃഷ്ണയ്യ സ്റ്റേഡിയത്തെ സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകാൻ ബഹുമാനപ്പെട്ട മന്ത്രി പരിശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും നല്ല പിന്തുണയാണ് ഞങ്ങൾക്ക് നൽകുന്നത്. ഈ സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഏപ്രിൽ മാസം നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെയും ഒപ്പം ഈ നാരായണന്റെയും പേരിലുള്ള 7 ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിക്കാൻ പോകുന്നത്. അതിനെല്ലാം അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചു. ഇനിയും സ്പോർട്സിന് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോകം ആദരിക്കുന്ന ഫുട്ബോളർ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരും എന്നുള്ളതാണ്.
Two, 1, 0. 21 set, go. Talasheri Heritage Run Season 4 begins here. Here is സമഗ്ര ന്യൂസ് തലശ്ശേരി.